Now we are going to learn about user-based targeting. അപ്പോൾ വെബ്സൈറ്റ്-based targeting ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ user-based targeting എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. Let's move on to the screen. യൂസർ ബേസ്ഡ് ടാർഗറ്റിംഗിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ടാർഗറ്റിംഗ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻട്രസ്റ്റ് ഉള്ള യൂസറാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സെർച്ച് പാറ്റേൺസിൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ആഡ് നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് ഈ ഒരു പർട്ടിക്കുലർ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പോകും. സോ ഐഡിയൽ ഫോർ ഫൈൻഡിങ് ന്യൂ കസ്റ്റമേഴ്സ് ഹൂം ഹാവ് ജസ്റ്റ് ബിഗൺ ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്. അതിനാണ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് അഫിനിറ്റി ടാർഗറ്റിംഗ് എന്ന് പറയും. സിമിലർ ടു ഇൻട്രസ്റ്റ് ടാർഗറ്റിംഗ് ബട്ട് ഇറ്റ് മാച്ചസ് യുവർ ആഡ്സ് ടു യൂസേഴ്സ് ഹൂ ഹാബിച്വലി വിസിറ്റ് സൈറ്റ്സ് ഓഫ് ദ സെയിം ടോപ്പിക്. അപ്പോൾ തിങ്ക് ഓഫ് ദം ആസ് എ ലോങ് ടേം ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗിൽ അഫിനിറ്റി ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ലോങ് ടേം ഇൻട്രസ്റ്റ് ഉള്ള യൂസേഴ്സിനെയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് യൂസേഴ്സിനെയാണ്. ഇത് ലോങ് ടേം ആയിട്ട് ഈ പർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള അഫിനിറ്റി കാണിച്ചു വരുന്നവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ദീസ് ആർ യുവർ മോർ എക്സ്പീരിയൻസ്ഡ് ഹാർഡ് കോർ യൂസേഴ്സ്. സോ നെക്സ്റ്റ് ഇൻ മാർക്കറ്റ് ഓഡിയൻസ്. അപ്പൊ ഇൻ മാർക്കറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ. ഇൻ മാർക്കറ്റ് ഓഡിയൻസ് അതായത് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു സർവീസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള യൂസേഴ്സിനെയാണ് ഇൻ മാർക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ ഈ ടാർഗറ്റിംഗിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ ചാൻസ് ഉള്ള അതായത് ഹാവ് എ ഹൈ ഇന്റന്റ് ഓഫ് പർച്ചേസിംഗ് ആയിട്ടുള്ള യൂസേഴ്സ് ആണ്. സോ ദിസ് ഈസ് എ വെരി പവർഫുൾ ടൂൾ. സോ ഇൻ മാർക്കറ്റ് ഓഡിയൻസ് ടാർഗറ്റിംഗ്. നെക്സ്റ്റ് റീമാർക്കറ്റിംഗ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡിന്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചർ ആണ്. അത് മിക്ക ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റീമാർക്കറ്റിംഗ്. ഒരു യൂസറിനെ കൺവേർഷനിലോട്ട് എത്തിക്കാൻ വേണ്ടി അതായത് ഒരു യൂസർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ വന്ന് ലൈവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോൺസെൻട്രേഷൻസ് മിസ്സാവും അല്ലെ. ഇവർ ഏത് പർട്ടിക്കുലർ ഗോളിലോട്ടാണോ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഡൈവേർട്ടായി പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഡൈവേർട്ടായിട്ട് അതായത് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ ഒരു പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാണ്ട് മിസ്സായ യൂസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ആ സർവീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു മിഡിൽ വേ നിന്ന് ഡ്രോപ്പ് ആയ യൂസേഴ്സ് അതായത് എൻറ്റയർ കൺവേർഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാത്ത ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് വീണ്ടും കാണിക്കുകയും വീണ്ടും അവർ കൺവേർട്ടഡ് ആകാനുള്ള ചാൻസ് കൂടുതലുമാണ്. സോ റീമാർക്കറ്റിംഗ് ഈസ് എ വെരി പവർഫുൾ ടൂൾ. സോ റീമാർക്കറ്റിംഗും നമുക്ക് ടാർഗറ്റിംഗിൽ പോസിബിൾ ആണ്. നെക്സ്റ്റ് സിമിലർ ഓഡിയൻസ് ടാർഗറ്റിംഗ് അലൗസ് യു ടു അട്രാക്ട് ന്യൂ യൂസേഴ്സ് ടു എ സൈറ്റ് ഹു ഹാവ് സിമിലർ ബ്രൗസിംഗ് ആൻഡ് സെർച്ച് ബിഹേവിയർ ആസ് ദോസ് ഓൾറെഡി ഓൺ യുവർ റീമാർക്കറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഗൂഗിൾ അനലിറ്റിക്സിൽ തന്നെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ഗൂഗിൾ ആഡ്സ് ത്രൂ ഈ ഗൂഗിൾ അനലിറ്റിക്സിൽ ക്രിയേറ്റഡ് ആയിരിക്കുന്ന ഈ ഓഡിയൻസിനെ നമ്മൾ ഇങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്ത് ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ വെബ്സൈറ്റിൽ. ഫോർ എക്സാമ്പിൾ സിമിലർ ഓഡിയൻസ് രണ്ട് രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നമുക്കൊരു കസ്റ്റം ലിസ്റ്റ് ഓഫ് ഫോൺ നമ്പേഴ്സുകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തുള്ള ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേജസ് വിസിറ്റ് ചെയ്ത യൂസേഴ്സിൻ്റെ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ സിമിലർ ഓഡിയൻസ് ടാർഗറ്റിംഗ് പോസിബിൾ ആണ്. സോ ഈ ഒരു റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഗൂഗിളിൽ സിമിലർ ഓഡിയൻസും ക്രിയേറ്റ് ആവും. സോ വി ക്യാൻ ടാർഗറ്റ് അതായത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് സിമിലർ ഓഡിയൻസ് ടാർഗറ്റിംഗ്. ഓൾസോ ഡെമോഗ്രഫിക് ടാർഗറ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഏജ് റേഞ്ച്, ജെൻഡർ, പാരന്റൽ സ്റ്റാറ്റസ് ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് ഏജ്, ജെൻഡർ ആൻഡ് പാരന്റ് അതേപോലെ തന്നെ ജോഗ്രഫിക് ടാർഗറ്റ് അല്ലെ ജോഗ്രഫി ബേസ് ചെയ്ത് ഏതൊരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ അപ്പോൾ ഇങ്ങനെ ജോഗ്രഫിക്കൽ ബേസ്ഡ് ആയിട്ടും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതിനെ ജിയോ ഫെൻസിങ് എന്ന് പറയും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേഡിയസിലുള്ള ഏരിയയിൽ മാത്രം നമുക്ക് അഡ്വർടൈസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം.
സോ ഇമ്പോർട്ടൻറ്റ് നോട്ട് കേട്ടോ, 40% ഓഫ് ദ സെർച്ച് ഫോൾ ഇൻ ടു ദി അൺനോൺ കാറ്റഗറി ഫോർ ബോത്ത് ഏജ് ആൻഡ് ജെൻഡർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ചില സമയത്ത് ഈ ഒരു അൺനോൺ കാറ്റഗറിയിലുള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വുഡ് മേക്ക് സെൻസ് ടു ടേക്ക് ഇറ്റ് ഇഫ് യു ആർ ലെറ്റ്സ് സേ എ യൂണിസെക്ഷൽ ബ്രാൻഡ് ആൻഡ് ജെൻഡർ ഡസൻറ്റ് മാറ്റർ ഇൻ ടേംസ് ഓഫ് ടാർഗറ്റിംഗ്. ഈ ഒരു ടേമിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ജെൻഡർ ബേസിന് പകരം ഈ അൺനോൺ കാറ്റഗറീനെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. ബട്ട് ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ടാർഗറ്റ് വുമൻ, 60% of internet users are men. So let's say 10 people have unknown as their gender, you end up targeting 6 males. അത് വളരെ സിമിലർ എക്സ്പ്ലനേഷൻ ആണ് അല്ലേ. നമുക്ക് ഓൺലൈനിൽ 60% മാർക്കറ്റിൽ ഉള്ളത് മെയിൽ ആണെന്ന് അറിയാം. അപ്പോൾ ഈ അൺനോൺ ടാർഗറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത്, അത് അൺനോൺ കാറ്റഗറിയിലുള്ളത് ഉള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിൽ ഏകദേശം 60% മെയിലായിരിക്കും. അതായത് ഈ അൺനോൺ കാറ്റഗറിയിൽ ഒരു 100 പേരുണ്ടെങ്കിൽ 60 പേര് മെയിലും 40 പേര് ഫീമെയിൽ ആകും. പക്ഷെ നമ്മളൊരു ഫീമെയിലിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ മെയിലിനും അൺവാണ്ടഡ് ആയിട്ട് ഈ അഡ്വർടൈസ്മെന്റ് ചെല്ലാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഈ ടാർഗറ്റ് ഗ്രൂപ്പിങ്ങുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വി ഷുഡ് ഹാവ് സം ലേണിംഗ് ഓൺ അവർ എൻഡ് ടു സ്പെസിഫിക്കലി ടാർഗറ്റ് അവർ അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിൽ നമുക്ക് നല്ലൊരു ലേണിംഗും ആവശ്യമാണ്. നൗ വി ഹാവ് ലേൺ അബൌട്ട് യൂസർ ബേസ്ഡ് ടാർഗറ്റിംഗ്, അതായത് ഈ സിമിലർ ഓഡിയൻസ്, റീമാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ലൈവായിട്ട് ചെക്ക് ചെയ്യുന്നത്, അതായത് ഈ ഒരു സിമിലർ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു റീമാർക്കറ്റിംഗ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ടു ദ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് സീ ഹൗ എ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡെമോഗ്രഫിക്സ് ബേസ്ഡ് ടാർഗറ്റിംഗ് ആണിത്. അതായത് നമുക്ക് ഫീമെയിൽ, മെയിൽ, അൺനോൺ, അതായത് ഈ ഒരു ജെൻഡർ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏജ് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പാരന്റൽ സ്റ്റേറ്റസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ഹൗസ് ഹോൾഡ് ഇൻകമും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് ഇൻകം എന്നുള്ള ഒരു ഓപ്ഷൻ കുറച്ചും കൂടി ഹൈലി ഗൂഗിളിന് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് യൂറോപ്യൻ കൺട്രീസ്, അതേപോലെ തന്നെ അമേരിക്കൻ, ആ ഒരു US അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹൗസ് ഹോൾഡ് ഇൻകം ലെവൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ്. നമുക്ക് ഈ ഒരു ലോക്കൽ ഏരിയാസ്, അതായത് ലൈക്ക് ഇന്ത്യയിലുള്ള പോലെ കേരളത്തിലുള്ള പോലെ ഈ ഹൗസ് ഹോൾഡ് ഇൻകം ആ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ടാർഗറ്റിംഗ് അത്രയും എന്താ പറയുക പക്കയല്ല. സോ നമുക്ക് ജെൻഡർ, ഏജ് ആൻഡ് പാരന്റൽ സ്റ്റാറ്റസ് ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ അതാണ് ഈ ഒരു പർട്ടിക്കുലർ ഡെമോഗ്രഫിക്സിലുള്ള ടാർഗറ്റിംഗ്. ഇനി നമുക്ക് ഓഡിയൻസ് സെഗ്മെന്റ് ടാർഗറ്റിംഗ് ഉണ്ട്. ആസ് യു ക്യാൻ സി പീപ്പിൾ ബേസ്ഡ് ടാർഗറ്റിംഗിൽ ഓഡിയൻസ് സെഗ്മെന്റ് എന്ന് കാണാം. അപ്പോൾ ഈ ഓഡിയൻസ് സെഗ്മെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഈ ഓഡിയൻസ് സെഗ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഈ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഓഡിയൻസ് മാനേജറിലോട്ട് ആദ്യം പോവുക. ഓഡിയൻസ് മാനേജറിലാണ് നമ്മൾ ഈ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏതൊരു പർട്ടിക്കുലർ പേജിലാണോ നമുക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ പേജിലുള്ള റീമാർക്കറ്റിംഗ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓഡിയൻസ് മാനേജർ നമുക്ക് 2 രീതിയിൽ ആക്സസ് ചെയ്യാം. ഒന്ന് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്ലാനിങ്ങിൻ്റെ അണ്ടറിലുള്ളത്, അതായത് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഷെയർഡ് ലൈബ്രറി, ഗൂഗിളിൽ ഡാഷ്ബോർഡ്സിൽ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർഡ് ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ തൊട്ടടിയിലായിട്ട് കിടക്കുന്ന ഓഡിയൻസ് മാനേജറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഓഡിയൻസ് മാനേജറിലോട്ട് വരാൻ പറ്റുന്നതാണ്. ആസ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. സോ ഇതാണ് ഓഡിയൻസ് മാനേജർ. അപ്പോൾ ഈ ഒരു ഓഡിയൻസ് മാനേജറിൽ നിന്ന് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ആയിട്ട് ലിങ്ക് ചെയ്ത ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്തത്, അതായത് നമ്മൾ എന്തിനാണ് ഈ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇവരെ റീമാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ വെബ് പേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേജ് വിസിറ്റ് ചെയ്ത യൂസേഴ്സിനെ റീമാർക്കറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്: വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, ആപ്പ് യൂസേഴ്സ്, യൂട്യൂബ് യൂസേഴ്സ്, കസ്റ്റമർ ലിഡ്സ്, ഗൂഗിൾ അനലിറ്റിക്സ് ആൻഡ് കസ്റ്റം കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് വിസിറ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് യൂസേഴ്സ്, നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ആ യൂട്യൂബ് ചാനലിനെ നമ്മുടെ ഗൂഗിൾ ആഡ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ട യൂസേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത യൂസേഴ്സ്, ഇവരെല്ലാം നമുക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലിങ്കിങ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ലെഫ്റ്റ് സൈഡിൽ അഡ്മിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ അഡ്മിനിൽ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലും ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക.
ലിങ്ക് യൂട്യൂബ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നമുക്ക് ചാനൽ ഇവിടെ സെർച്ച് ചെയ്യാം. ചാനൽ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കോൺഫിഗർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യാം. സോ അങ്ങനെ ലിങ്ക് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പർട്ടിക്കുലർ വീഡിയോ കണ്ടവർ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹെൽത്ത് കെയർ, ലെറ്റ്സ് സേ ഒരു ആയുർവേദയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആയുർവേദ റിലേറ്റഡ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഉള്ളത് കണ്ടവരെ എനിക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടവരെ, ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ഈ വീഡിയോ കണ്ടവരെ എല്ലാവരെയും എനിക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് ഓൾറെഡി ഒരു ബ്രാൻഡ് അവയർനെസ് വന്നതാണ് അല്ലേ. അതായത് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് യൂട്യൂബ് ചാനലല്ല യൂട്യൂബ് വീഡിയോസിലൂടെ അവർ ബ്രാൻഡിനെ കുറിച്ച് അറിയുകയും അവരിലോട്ട് നമ്മുടെ വീഡിയോസ് കൂടുതൽ എത്തുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ പവർഫുൾ ദി റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ഈസ്. സോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പ്ലസ് ബട്ടൺ നിൽക്കുക, വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഓഡിയൻസ് സെഗ്മെന്റിന് ഒരു നെയിം കൊടുക്കാം. സോ നമുക്ക് വെബിനാർ കണ്ടക്ട്, നമ്മുടെ ലാൻഡിംഗ് പേജ്, നമ്മുടെ സാമ്പിൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വെബിനാറിൻ്റെ ആണ് അല്ലേ. സോ ഹക്ക വെബിനാർ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ എന്താണ് സെഗ്മെന്റ് മെമ്പേഴ്സ്? വിസിറ്റേഴ്സ് ഓഫ് വെബ് പേജ് ആണോ, വിസിറ്റേഴ്സ് ഓഫ് പേജ് വിത്ത് സ്പെസിഫിക് ടാഗ് ആണോ? ഞാൻ വിസിറ്റേഴ്സ് ഓഫ് വെബ് പേജ് കൊടുക്കുന്നു. ഇനി ഇൻക്ലൂഡ് പീപ്പിൾ ഹു ആർ the following action. അപ്പോൾ ഇത് റിഫൈൻ ആക്ഷൻ കൊടുക്കുക. അതായത് വെബ് പേജ് വിസിറ്റ് ഇൻ പാസ്റ്റ് 30 days, അതായത് ലാസ്റ്റ് 30 ദിവസത്തിൽ നമ്മുടെ വെബ് പേജ് വിസിറ്റ് ചെയ്തവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. പേജ് URL കണ്ടെയ്ൻസ്, അപ്പോൾ പേജ് URL കണ്ടെയ്ൻസ് നമ്മുടെ വെബ് പേജിൽ ഈക്വൽ ടു അല്ല കൊടുക്കേണ്ടത്, കണ്ടെയ്ൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈക്വൽസ് ഉണ്ട്, സ്റ്റാർട്ട്സ് വിത്ത് ഉണ്ട്, എൻഡ്സ് വിത്ത് ഉണ്ട്, ഡസ് നോട്ട് കണ്ടെയ്ൻ, അങ്ങനെ ഏത് ഓപ്ഷൻസും നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. സോ കണ്ടെയ്ൻസ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ index.php thank you ഞാൻ കൊടുക്കുവാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കമ്പൈൻ ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നൗ ക്രിയേറ്റ് സെഗ്മെന്റ് കൊടുക്കുക. ക്രിയേറ്റ് സെഗ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ആയി. അതായത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് താങ്ക് യു പേജിൻ്റെ URL ആണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെറും 2 പേജ് വെബ് പേജ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ വെറും 2 പേജസേ ഉള്ളൂ. ഒന്ന് താങ്ക് യു പേജും ഒന്ന് മെയിൻ പേജും, വെബിനാറിൻ്റെ മെയിൻ പേജും. അപ്പോൾ ഈ മെയിൻ പേജിൽ നിന്ന് താങ്ക് യു പേജിൽ പോയേക്കുന്നവർക്ക് ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് താങ്ക് യു പേജിൽ പോയ കുറേ യൂസേഴ്സിന് ഞാനൊരു സെപ്പറേറ്റ് അപ്പ് സ്കെയിലിംഗ് ആഡാണ് ഞാൻ റണ്ണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കസ്റ്റം ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കസ്റ്റം ഓഡിയൻസിന് ഹക്ക വെബിനാർ താങ്ക് യു പേജ് വിസിറ്റേഴ്സ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റം ഓഡിയൻസിനെ നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൽ ആഡ് ഗ്രൂപ്പ് ലെവൽ ടാർഗറ്റിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വൺസ് പോപ്പുലേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓൾ യൂസേഴ്സ്, പർച്ചേസ്, ആഡ്വേർഡ്സ്, ഒപ്റ്റിമൈസ് ലിസ്റ്റ്, അതൊക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടോ. So in this session we have learned how to target, how to create a remarketing list. അതുപോലെ തന്നെ എന്താണ് യൂസർ ബേസ്ഡ് ടാർഗറ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഡെമോഗ്രഫിക് ടാർഗറ്റിംഗ്, നമ്മൾ അഫിനിറ്റി ബേസ്ഡ് ടാർഗറ്റിംഗ്, ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു. റീമാർക്കറ്റിംഗ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് we are going to learn about ad extensions. So let's see you on the next video.